അവന് വിപരീയം ഉണ്ടാവും, വിപരീത ബോധം ഉണ്ടാവും. പറയുന്നു നീ അതാണെന്ന് പറയുമ്പോൾ ഞാൻ അതാണ് എന്ന് ധരിക്കുന്ന മറ്റെന്തിനെങ്കിലും ആയിരിക്കും. അസ്തിത്വം, ഉണ്മ, ബോധം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ വിപരീത ഗ്രഹണം ഉണ്ടാവും. അപ്പോ ശാസ്ത്ര സംസ്കാരമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ മുഖ്യമായും വികല്പങ്ങൾ. പ്രാകൃതനാണെങ്കിൽ ഒന്നുകിൽ അജ്ഞാനം അല്ലെങ്കിൽ വിപരീയം. ഇത് മൂന്നും മനസ്സിന്റെ ദോഷങ്ങളാണ്, ചിത്തദോഷങ്ങളാണ്. ഈ ദോഷങ്ങളെ പരിഹരിക്കുന്നതിനാണ് ഇവിടെ വിചാരം. അപ്പൊ ഇതെല്ലാം വിചാരത്തിന്റെ ഭാഗമാണ്. അദ്വൈതത്തിന് ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തിനാ ഈ ചർച്ച? ഇപ്പോ ന്യായം പഠിച്ചിട്ടില്ല, വൈശേഷികം അറിയത്തില്ല, മീമാംസ ഇല്ല, ബൗദ്ധ സിദ്ധാന്തങ്ങളൊന്നും അറിയില്ല. പിന്നെ എനിക്കെന്തിനാ അതിന്റെ ആവശ്യം? പക്ഷെ ഒന്നും അറിയാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ പ്രാകൃതമായ സംസ്കാരങ്ങളുണ്ട്. അതുകൊണ്ട് അവനിൽ വരുന്ന അജ്ഞാന വിപര്യങ്ങളും ഇല്ലാതാക്കണം. വികല്പങ്ങളല്ലെങ്കിൽ അജ്ഞാന വിപര്യങ്ങൾ അതില്ലാതാക്കണമെങ്കിൽ വിചാരം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടെല്ലാം വരും. അത് വേണ്ട, ഇതെല്ലാം വിട്ടിട്ട് ഇതിന് ധ്യാനിച്ചാൽ പോലെ അങ്ങനെ ചിലർ ചിന്തിക്കും. ഈ എന്താണ് ഈ ചർച്ച അല്ലെങ്കിൽ ഈ വിചാരം ഇതെല്ലാം പാടെ ഉപേക്ഷിച്ചിട്ട് ഇത് ധ്യാനിച്ചാലും അങ്ങനെയാകാം. അത് പക്ഷേ അദ്വൈതത്തിന്റെ വഴിയാണ്, ദ്വൈതത്തിന്റെ വഴിയാണ് ധ്യാനം എന്ന് പറയുന്നത്. വിചാരമാണ് അദ്വൈതത്തിന്റെ വഴി. കാരണം ധ്യാനം എന്ന് പറയുന്നത് മനസ്സിൽ ചിന്തയാണ്. മനസ്സിന്റെ ചിന്തകളെ നിരോധിക്കുകയാണ്. അവിടെ വിചാരത്തിന്റെ നിരോധമാണ് സംഭവിക്കുന്നത്. ഇവിടെ മറിച്ച് വിചാരമാണ്. രണ്ടും രണ്ട് രീതിയിലാണ്. അതിന് ഏത് മൂഢനും കഴിയും ധ്യാനം എന്ന് പറയുന്നു. മനസ്സിനെ നിരോധിക്കുക എന്ന് പറയുന്നു. കാരണം മനസ്സിനെ നിരോധിക്കുന്നതിനുള്ള എളുപ്പം മനസ്സിനെ ഒരിടത്ത് ഏകാഗ്രപ്പെടുത്തുക. അപ്പോ അതിന് മൂഢതയാണ് കൂടുതൽ സഹായിക്കുന്നത് വിവേകത്തെ കാണും. വിവേകമുള്ളവൻ ചിന്തിക്കും അതെന്തുകൊണ്ട് ചിന്ത വരും. എന്നുവെച്ചാൽ അവന്റെ മനസ്സിൽ വികല്പങ്ങൾ വരും. മറ്റങ്ങനെയല്ല, കേവല ശ്രദ്ധ മാത്രം മതി. ഗുരു പറയുന്നു നീ ഇങ്ങനെ ധ്യാനിക്കുക, ശിവലിംഗത്തെ ശിവമായി ധ്യാനിക്കുക, സാളഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഉപായം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി അതിനെ പിന്തുടരും. അപ്പൊ അവിടെ എന്ത് വരുന്നു? വിചാരത്തിന്റെ ആവശ്യമില്ല, ചിന്തയുടെ ആവശ്യമില്ല. ഒരു വിഷയത്തിൽ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് മറ്റ് വിഷയങ്ങളിൽ നിന്നുള്ള ചിന്തകളെല്ലാം ഇല്ലാതാവും, വൃത്തികളെല്ലാം നിരോധിക്കും. നിദ്രയെപ്പോലും ഒരു വൃത്തിയായി സ്വീകരിച്ചുകൊണ്ട് അതിനെ നിരോധിക്കും. പക്ഷെ അതിനുള്ള ഒരു ദോഷം എന്താണ്? അത് അദ്വൈതത്തിന്റെ മാർഗമാണ്. ദ്വൈതത്തിന്റെ മാർഗമാണ്. യോഗി ദ്വൈതിയാണ്. പാതഞ്ജല മാർഗം ദ്വൈതമാർഗം. ഇവിടെ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ്. രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. ഏകാഗ്രമായിട്ട് എവിടെയെങ്കിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി മനസ്സിനെ നിരോധിക്കുക. രണ്ടിന്റെയും ഫലം രണ്ടാണ്. മനസ്സിന് നിരോധ സംസ്കാരം വന്നു കഴിഞ്ഞാൽ മനസ്സ് സമാധിയിലേക്ക് പ്രവേശിക്കും.
എന്ന് പറയുമ്പോൾ ചിത്തഭൂമികകളിലേക്ക്, ചിത്തത്തിന്റെ പല അവസ്ഥകളിലേക്ക് മനസ്സിലിടാം. ചിത്തഭൂമികളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ആ സാധകന് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്നു, പലതരത്തിലുള്ള സിദ്ധിവിശേഷങ്ങളുണ്ടാകുന്നു. അതെല്ലാം യോഗശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ അതിന്റെ നേരിട്ടുള്ള ഫലം ഈ മനസ്സ് ചിത്തഭൂമികളിലേക്ക് പ്രവേശിക്കുന്നു. വൃത്തംബര പ്രജ്ഞ എന്നെല്ലാം പറയുന്നു, യോഗശാസ്ത്രങ്ങളിലും മറ്റും വിശദീകരിക്കുന്നു. പക്ഷെ അത് ദ്വൈത സാധനമാണ്, ദ്വൈതത്തിന്റെ ഫലമാണ്. അപ്പം ആ രീതിയല്ല ലോകത്ത് കൂടുതൽ പ്രചരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അതാണ്. കാരണം എന്തുകൊണ്ട് അത് സർവ്വസാധാരണമായി ആർക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ്. പിന്നെ പലരും അതും അദ്വൈതമാണെന്ന് ഭ്രമിച്ചിട്ടുള്ളവരുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാത്തവരുണ്ട്. വൃത്തിനിരോധത്തിന്റെ മാർഗം വേറെയാണ്, അദ്വൈതത്തിന്റെ വിചാരമാർഗം വേറെയാണ്. ഇതും അറിയത്തില്ല. ഇവിടെ വൃത്തിനിരോധം അല്ല ചെയ്യുന്നത്, ഇവിടെ വിചാരമാണ്. ഇവിടെ പ്രത്യേകിച്ച് ചിത്തഭൂമികളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അവിടെ വിചാരം കൊണ്ട് അജ്ഞാന സംശയ വിപര്യങ്ങളെ ദൂരീകരിക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ മുഖ്യമായി വരുന്ന വികല്പമാണ്. 3 ദോഷങ്ങൾ: അജ്ഞാനം, വിപര്യം, വികല്പം. അതിലേറ്റവും പ്രധാനമായി വരുന്ന വികല്പം. ഈ വികല്പത്തെ വിചാരം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റും, വേറെ വഴിയില്ലായിരുന്നു. യോഗശാസ്ത്രത്തിലും വിപരീത ഭാവനയെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട്, സാധന എന്നാൽ. പക്ഷെ മുഖ്യം എന്ന് പറയുന്നത് ഇവിടെ വൃത്തി നിരോധമാണ്. പ്രാണായാമം പോലെയുള്ള അഭ്യാസങ്ങൾ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും യോഗശാസ്ത്രത്തിലെ മുഖ്യ സാധനമല്ല. അവിടെ അതെല്ലാം അതിന് സഹായിക്കുന്നേ ഉള്ളൂ. മുഖ്യമായി വരുന്ന എന്താണ്? ധ്യാനം, ധാരണ, സമാധി. വൃത്തി നിരോധം ആരംഭിക്കുന്നത് ധ്യാനത്തിൽ, അത് സമാധിയിലെത്തിക്കുന്നു. ഇവിടെ അതല്ല, വൃത്തി നിരോധത്തിലൂടെ സമാധിയിലെത്തുകയല്ല. ഇവിടെ സമാധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെ സമാധി, അതല്ല വേറെ സമാധിയില്ല. ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ, അജ്ഞാന സംശയ വിപര്യങ്ങളെ മാറ്റുന്നു. അത് പ്രധാനമായും വരുന്ന വികല്പമാണ്, വിപരീത ചിന്തകൾ വരുന്നു. അത് എവിടെ എപ്പോൾ വരുന്നു? പറയുന്നു തത്വമസി എന്ന് ഉപദേശിക്കുന്നു. അപ്പോൾ അത് ഒന്നും മനസ്സിലാകാതിരിക്കുന്ന അജ്ഞാനം വരും, അല്ലെങ്കിൽ അതിന് വിപരീതമായി ഗ്രഹിക്കും. എന്താണ് തത്, അതിനെക്കുറിച്ച് എന്താണ് ത്വം, ഇതെല്ലാം വിപരീതമായി ഗ്രഹിക്കും. ഈ രണ്ടും അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്താണ് പറഞ്ഞത്, അതെങ്ങനെ ശരിയാകും, എങ്ങനെ താൻ ആ തത്വം തന്നെയാകും? അത് ാണ് ഈ ആ വികല്പങ്ങളാണ് ഇവിടെ പറയുന്നത്. വൈശേഷികന്മാര്, നൈയായികന്മാര്, സംഖ്യന്മാര്, മീമാംസകര്, വൈനാശികന്മാരെന്നൊക്കെ പറയുന്നതാണ് ഈ വികല്പങ്ങൾ. മുഖ്യമായിട്ട് ഈ ചിന്തകളാണ്. ഇതാ ശാസ്ത്ര സംസ്കാരമുള്ളവനും ഇങ്ങനെ വരും, ഈ പേരിൽ വരും. ന്യായവൈശേഷി ഈ തരത്തിലൊക്കെ വരും. ആ ശാസ്ത്ര സംസ്കാരം ഇല്ലാത്തവനാണെങ്കിൽ പ്രാകൃതമായ രീതിയിൽ വരും. ഇതേ കാര്യങ്ങളെല്ലാം അവന്റെ സഹജമായ ബുദ്ധിയിൽ വരും. ഇന്നത്തെ ബുദ്ധിജീവികൾക്കൊക്കെ വരുന്നത് പോലെ. ഒരു ശാസ്ത്ര സംസ്കാരം ഇല്ലാത്തവർ ബുദ്ധിജീവികളാണെങ്കിൽ അവർ പ്രാകൃത മനസ്സ്, അവർ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ഇതിന് വിപരീതമായ പല ആശയങ്ങളും വരും. അതെങ്ങനെ ശരിയാകും? അപ്പൊ എങ്ങനെയാണോ ഇവിടെ
ഈ സംസ്കൃതമായ വികല്പങ്ങളെ ഇത് നിരാകരിക്കുന്നത്, ഈ വിചാരം. ആ വിചാരത്തിലുള്ള ബോധ്യം വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ ശൂന്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തത്വമസി തത്വം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ശൂന്യത്തെയാണ്. അങ്ങനെ വരാം. താൻ ആത്യന്തികമായിട്ട് ശൂന്യമാണ്. ആ ശൂന്യത്തിലേക്ക് വന്ന് ശൂന്യത്തിലേക്ക് പിന്നത് സ്വാഭാവികമായിട്ട് വരാം. പ്രാകൃതമായ ഒരു ബുദ്ധിക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിക്ക് വരാം. ഈ ശാസ്ത്രീയമായ ചർച്ച കൊണ്ട് അതും നിഷേധിക്കും. സഹജമായി വരുന്ന ഇത്തരം വികല്പങ്ങളെയും നിഷേധിക്കുന്നു. അപ്പോൾ അവന് ബോധ്യം വരുന്നതാണ് സത്താണ് ഇതിന് കാരണമായിരിക്കുന്നത്. ആ വികല്പത്തെ നിരാകരിക്കുന്നു. അപ്പോൾ താൻ സത്താണ്. അക്കാര്യത്തിൽ പിന്നെ വികല്പമില്ല. വികല്പം ഇല്ലാതാകുന്നു. അവിടെ സമാധിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകുന്നില്ല. ഒരൊറ്റ സമാധിയോ ഇവിടെ പറയുന്ന പോലെ സവികല്പം നിർവികല്പം, സബീജം നിർബീജം എന്ന് പറയുന്ന ദ്വൈത സമാധികളൊന്നും അദ്വൈതമൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഇതിൻ്റെ ഒന്നും വ്യത്യാസം അറിയത്തില്ല. കാരണം പിൽക്കാലത്ത് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് ഒരു അവിയൽ വരുമായി. അതുകൊണ്ട് എന്താ ദ്വൈതം, എന്താണ് അദ്വൈതം എന്നുള്ളത് അദ്വൈതം പറയുന്നവർക്ക് അറിയത്തില്ല. എന്താണ് അദ്വൈത സാധന, എന്താണ് ദ്വൈത സാധന, അത് അറിയത്തില്ല. ആർക്കും അറിയത്തില്ലെന്നല്ല, സാമാന്യമായി അറിയത്തില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനൊരു ചർച്ച അനാവശ്യമാണെന്ന് തോന്നിപ്പോകും. അല്ല, ശരി, ഇത് ആർക്ക് അനാവശ്യമായി തീരുന്നു? തത്വമസി എന്ന് കേൾക്കുമ്പോൾ ആരുടെ മനസ്സിലാണോ അജ്ഞാന സംശയവിപര്യങ്ങളും ഉണ്ടാകാത്തത്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച അനാവശ്യമാണ്. അവിടെ ഈ ചർച്ചയുടെ യാതൊരു പ്രസക്തിയില്ല. അത് ആ വ്യക്തിയിൽ ശാസ്ത്ര സംസ്കാരം ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, അത് സംസ്കൃത ബുദ്ധി എന്ന് പറഞ്ഞാലും ശരി, പ്രാകൃത ബുദ്ധി എന്ന് പറഞ്ഞാലും ശരി, ഏത് സ്വഭാവത്തിൽപ്പെട്ട അന്ധക്കരണമായാലും ശരി, ഒരാൾക്കത് കേൾക്കുമ്പോൾ മനസ്സിൽ യാതൊരു വികല്പം ഉണ്ടാകുന്നില്ല. വികല്പം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അജ്ഞാനവും പാടില്ല. മന്ദബുദ്ധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വികല്പം ഉണ്ടാകത്തില്ല, പക്ഷെ അജ്ഞാനം കാണുന്നുണ്ട്. ഇനി വിപര്യം ഉണ്ടാകാൻ പാടില്ല. അവിടെ പിന്നീട് വിചാരത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ വിചാരമാണ് കാണിക്കുന്നത്. കാരണം ഇത് തന്നെ പലതവണ ഉപദേശിക്കുന്നു. പലതവണ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂയ ഏവമേ ഭഗവാൻ വിജ്ഞാപയതു ശരിയോ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി തന്നാൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറയുന്നത്? അതെങ്ങനെ സംഭവിക്കും? വികല്പം വരുന്നവിടെ മനസ്സിൽ. അപ്പോൾ അവിടെ ശാസ്ത്ര സംസ്കാരമുള്ളവനും വികല്പം വരും, പ്രാകൃതനും വരും. ഇപ്പോൾ അവിടെ ഈ വിചാരം ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വിചാരം എന്ന് പറയുന്നത് അദ്വൈതം എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം ഈ വിചാരത്തെ നിലനിൽക്കും. അല്ലാതെ ഇത് ഒഴിവാക്കാൻ പറ്റില്ല. അല്ല, മുമ്പ് ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോ എഴുതി വെച്ച കാര്യങ്ങൾ അത് നമ്മളിന്ന് അദ്വൈതികൾ എന്തിന് ചിന്തിക്കുന്നു, ഈ കാലത്തിന് ഇതിന് പ്രസക്തിയില്ലാന്ന് അങ്ങനെ പലരും പറയാറുണ്ട്, എഴുതാറും പറയാറുമൊക്കെ ഉണ്ട്. അതൊക്കെ അബദ്ധമാണ്. അതുകൊണ്ട് ഇവിടെ ആ ഒരു ചിന്തയെ, വികല്പത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പറയും. ഇത് മറ്റൊന്ന് അശുദ്ധ ശൂന്യത്തിൽ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിമുളച്ചു വന്നാണ്, ജീവൻ ഉൾപ്പെടെ. അതുകൊണ്ട് നീ അതാണ് അവനെ നിഷേധിക്കുന്നു. ശ്രുതി തന്നെ നിഷേധിക്കുന്നു. ഭാഷകാരൻ മാത്രമല്ല, ശ്രുതി ആദ്യം പറഞ്ഞു സദൈവ സൗമ്യ, അത് കഴിഞ്ഞു അസദൈവ രണ്ടാമത് പറഞ്ഞു. എന്നിട്ട് പറയുന്നു കുത, ഇതെങ്ങനെ സംഭവിക്കും? അസത്തെന്നെങ്ങനെ പറയാൻ പറ്റും? അസത്തിൽ നിന്നുണ്ടാകത്തില്ല, അതിനെ നിഷേധിക്കുന്നു. നിഷേധിച്ചാൽ ഒറ്റയടിക്ക് നിഷേധിക്കാൻ പറ്റും. അതല്ല എന്ന് പറഞ്ഞതുകൊണ്ട്
പറയുകയാണ്. ഒരാൾ പറയുന്നത് എന്തുകൊണ്ട് ശൂന്യമായിക്കൂടാ? ഉടനെ ഗുരു പറയുന്നത് ശൂന്യമല്ല. അശൂന്യമല്ല എന്ന് ഗുരു പറഞ്ഞതുകൊണ്ട് അവന്റെ മനസ്സിലെ വികല്പങ്ങൾ ഒടുങ്ങത്തില്ല. ചിന്തിക്കരുതെന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ പറയുന്നതാണ് ശരി, നീ അതങ്ങ് മനസ്സിലാക്കിയാൽ മതി, അതിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിന്റെ വികല്പങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും. കാരണം അത് കാരണമായിരിക്കുന്ന സംസ്കാരം അവിടെയുണ്ട്. അത് പ്രാകൃതമാകും അല്ലെങ്കിൽ സംസ്കൃതമാകും. സംസ്കാരം ഉള്ളിടത്തോളം കാലം മനസ്സിൽ വികല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ദ്വൈത മാർഗത്തെ അവലംബിക്കണം. എന്താണ്? മനസ്സിനങ്ങ് നിരോധിക്കുക, ചിന്തയ്ക്ക് ഇടം കൊടുക്കരുത്. എവിടെയെങ്കിലും ഒരിടത്ത് മനസ്സിനെ ഏകാഗ്രമാക്കി വൃത്തികളെ നിരോധിക്കുക. മനസ്സിന് നേരെ മനസ്സിന്റെ മറ്റു ഭൂമികളിലേക്ക് എത്തിക്കുക, സമാധിയിൽ മനസ്സിനെ എത്തിക്കുക എന്നാൽ പറ്റും. പക്ഷെ അത് പരിഹാരമല്ല. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് അത് മുക്തിക്ക് ഉതകില്ല. മുക്തിക്ക് സമാധി ഉതകത്തില്ല, പിന്നെയോ ജ്ഞാനമേ ഉതകത്തുള്ളൂ. അതാണ് അദ്വൈതിയുടെ നിലപാട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. രണ്ടും ഒന്നാണെന്ന് ധരിച്ചിരിക്കുന്നതുകൊണ്ടും കൂടെയാണ് പറയുന്നത്.